അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ജിജി വില്യംസ് ആണ്. ദൈവത്തിന് വേണ്ടി ഈ കാലയളവിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസന്റെ ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഇപ്പോഴും വേണ്ടതുപോലെ നടക്കുവാൻ കഴിയാത്ത ശാരീരിക പ്രശ്നങ്ങളുള്ള പ്രിയ കർത്താവിന്റെ ദാസൻ തന്റെ ജന്മനാൽ തന്നെ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായി വിടുതൽ കൊടുത്തു. ഇന്ന് അദ്ദേഹം എത്തിച്ചേരാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി വിവിധ നിലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസൻ ജിജി വില്യംസിന്റെ അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഈ സാക്ഷ്യം നാം കേട്ടതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ പങ്കുകൊള്ളാവുന്നതാണ്. അതുപോലെ തന്നെ രോമ ടി വിയിൽ പ്രസിദ്ധീകരിച്ചതായ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് നല്ല സാക്ഷ്യങ്ങൾ നിങ്ങൾ കാണാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നേക്ക് നിങ്ങൾ ആ ചാനൽ വിസിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ ഞങ്ങൾക്കത് പ്രചോദനം ഏകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മളൊരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജിജി വില്യമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയത്തിലൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ആരോമ ടി വിയിലൂടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകാൽ ഈ ആരോമ ടി വിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ദൈവമക്കളിലൂടെ ദൈവം കൊടുത്തിരിക്കുന്ന അവരുടെ ആ കൃപകളെ വർണ്ണിക്കുവാൻ, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കുവാൻ ലഭിക്കുന്ന വലിയൊരു മീഡിയയാണ് ഈ ആരോമ ടി വി എന്നുള്ളത്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരോമ ടി വിയിലൂടെ തന്നെ കർത്താവിൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവമാനവും മഹത്വവും എല്ലാം ഞാൻ എൻ്റെ കർത്താവിനെ അർപ്പിക്കുകയാണ്. ഞാൻ എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ജിജി വില്യംസ് എന്നാണ്. ഞാൻ കോട്ടയത്ത് വാകത്താനം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അമ്മ, അതുപോലെ തന്നെ ഞങ്ങൾ 7 സഹോദരങ്ങളായിരുന്നു. എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. 2008 ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ഒരു ദൈവദാസന്റെ മകനായി ജനിപ്പാൻ എനിക്കൊരു ഭാഗ്യം ദൈവം നൽകി തന്നു. ഇപ്പോൾ എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മറ്റ് 6 സഹോദരങ്ങളിൽ ഒരു സഹോദരൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയുണ്ടായി. ഞാൻ എൻ്റെ ഭവനത്തെ പറ്റിയും എല്ലാം ഞാൻ വിശദമായി എൻ്റെ ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ പേര് ജിജി വില്യംസ് എന്നാണ്. എൻ്റെ പിതാവിൻ്റെ പേര് പാസ്റ്റർ വില്യം കെ ബി ആൻഡ്രൂസ് എന്നാണ്. ആൻഡ്രൂസ് ഉപദേശി എന്നും വില്യം പാസ്റ്റർ എന്നും ഒക്കെ എൻ്റെ പിതാവിനെ അറിയപ്പെടുന്നു. എൻ്റെ മാതാപിതാക്കളിൽ 5ാമനായി ആണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ ജനനത്തെ പറ്റിയും എൻ്റെ വളർച്ചയെ പറ്റിയൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ 1-2 വാക്കുകളിൽ എൻ്റെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പിതാവ് തൻ്റെ യൗവനകാലത്ത് തന്നെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ പിതാവ് എൻ്റെ മാതാവും സുവിശേഷ വേലയുമായി മുൻപോട്ട് പോകുന്ന അവസരങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി പ്രയാസങ്ങളിലൂടെയും അവർ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പിതാവ് ഈ രക്ഷകനായ ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ അനന്തരഫലമായി താൻ
തൻ്റെ കുടുംബവുമായുള്ള അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തുകയുണ്ടായി. ഈ ബൈബിൾ ചുമന്നുകൊണ്ട് പോകേണ്ട, ഒന്നെങ്കിൽ ഈ ബൈബിൾ താത്ത് വെച്ച് വീട്ടിലിരിക്കണം, അതല്ല എങ്കിൽ നീ ബൈബിൾ എടുത്തുകൊണ്ട് നീ തെരുവിലേക്ക് ഇറങ്ങിക്കോ എന്ന് എൻ്റെ പിതാവിനോട് എൻ്റെ പിതാവിൻ്റെ വീട്ടുകാർ പറയുന്നു. മിസ്രൈമിന്റെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനം എന്ന് എണ്ണിയ എൻ്റെ പിതാവ് ആ കാലത്ത് മറ്റൊന്നും ചിന്തിച്ചില്ല. ഈ സത്യവചനം എടുത്തുകൊണ്ട് എൻ്റെ മാതാവിനെയും കൂട്ടി ആ പടി ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ വീടില്ല, അവിടുന്ന് നാട്ടിൽ നിന്നും വിട്ട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന വേളയിൽ കോട്ടയത്തിനടുത്ത് വാഴൂർ എന്ന സ്ഥലത്ത് അവർ സുവിശേഷ വേല ചെയ്യിക്കുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ മാതാപിതാക്കളിലെ അഞ്ചാമത്തവനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ ജനന സമയത്ത് തന്നെ ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാതെ വിധം, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടത്തക്ക വിധത്തിൽ ഒരു സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, ഞാൻ ജനിച്ചതിൻ്റെ 80ാമത്തെ ദിവസം, 80 ദിവസം മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞായിട്ട് ഞാൻ ഇരിക്കുന്ന ആ സമയത്ത് എൻ്റെ മാതാവ് ആ കാലത്തുണ്ടായിരുന്ന ഒരു ഓല കെട്ടിയ ഒരു വീടിനകത്താണ് എൻ്റെ പ്രിയപ്പെട്ടവർ താമസിച്ചത്. ആ ഭവനത്തിനകത്ത് ഒരു തുണിത്തൊട്ടിൽ എന്നെ കിടത്തിയ ശേഷം എൻ്റെ മാതാവ് അടുത്തുള്ള ഒരു ചോലയിൽ പോയി വസ്ത്രങ്ങൾ കഴുകുവാൻ വേണ്ടി പോയപ്പോൾ എങ്ങനെയെന്നറിയത്തില്ല, ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഓലപ്പുരയ്ക്ക് തീ പിടിച്ചു. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വീടുകളിൽ മിക്കവാറും ഒക്കെ വാർക്ക കെട്ടിടങ്ങളും മറ്റൊക്കെയാണ്. വാർക്ക കെട്ടിടത്തിന് തീ പിടിച്ചാൽ തന്നെ ഉണ്ടാകുന്ന സംഭവം നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് ആ ഓലപ്പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ ഉള്ള അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തീ ആളി മൊത്തം വന്നു കഴിഞ്ഞ ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ മൂത്ത സഹോദരിയെ കാവലേൽപ്പിച്ചിട്ടാണ് ഈ തുണി അലക്കുവാൻ വേണ്ടി അപ്പുറത്തെ അടുത്തുള്ള ഒരു അരുവിയിലേക്ക് പോയത്. അവിടെ ചെന്ന് അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, തുണിയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അറിയുന്നത് ഇതുപോലെ വീടിന് തീ പിടിച്ചു എന്നുള്ളത്. പെട്ടെന്ന് നമ്മ ഓടി വരിക. അപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത സഹോദരി, എന്നെ കാവലേൽപ്പിച്ച സഹോദരി വീടിന് വെളിയിൽ നിൽക്കുന്ന സമയത്ത് ഇതിന് തീ പിടിക്കുന്നത്. ഒട്ട നിമിഷം ഓർത്തു, എൻ്റെ കുഞ്ഞു പെങ്ങൾ, എൻ്റെ കുഞ്ഞനുജൻ ഇതിനകത്തുണ്ട് എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ആ തീയുടെ നടുവിലൂടെ, ശ്രദ്ധിക്കുക, ആ തീയുടെ നടുവിലൂടെ ഓടി വന്ന് എന്നെ കരങ്ങളിലെടുത്ത് ആ വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. ബൈബിൾ ഒരു വാക്യമുണ്ട്, നീ തീയിൽ കൂടെ കടന്നാലും വെന്തു പോകയില്ല എന്നൊരു വാക്യമുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, തീയുടെ അനുഭവത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നത്. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, കൈകൂപ്പി തന്നെ പറയുകയാണ്, നിങ്ങൾ തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരനർത്ഥവും വരാതെ കാക്കുന്ന ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ തീയിൽ കൂടെ കടന്നുപോയ എൻ്റെ സഹോദരിയും ഞാനും, പറയട്ടെ, തീയുടെ ഒരു പാട് പോലും ഞങ്ങളുടെ ദേഹത്ത് ഇന്ന് വരെയും ഇല്ല. ഞങ്ങളെ ദൈവം രക്ഷിച്ചു. ഇന്ന് കർത്താവിന്റെ ദാസി, ഒരു AG സഭയുടെ പാസ്റ്ററുടെ വൈഫാണ്, പാസ്റ്റർ PK വിജയൻ എന്ന് പറയുന്ന ദൈവദാസിന്റെ വൈഫാണ് എൻ്റെ മൂത്ത സിസ്റ്റർ. ഇപ്പോഴും കർത്താവിന്റെ വേലയിൽ അവിടെ ആയിരിക്കുന്നു. പൊള്ളലിന്റെ യാതൊരു പാടും ആ ശരീരത്തുമില്ല, എൻ്റെ ശരീരത്തുമില്ല. ഞാൻ പറയട്ടെ, വചനം അത് ക്രിയ ചെയ്യുന്ന വചനമാണ്. നീ തീയിൽ കൂടെ കടന്നു പോയാലും നീ വെന്തു പോകയില്ല എന്നും പറയുന്ന ആ വചനം അന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ സഹോദരിയുടെ ജീവിതത്തിലും അന്വർത്ഥമായി തീർന്നു.
എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു സംഭവമാണ് ഈ ഒരു കാര്യം. അതിനുശേഷമായിട്ട് വാഴൂർ എന്ന സ്ഥലത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. സുവിശേഷ വേലയുടെ ഭാഗമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ എൻ്റെ പിതാവും മാതാവും പായിപ്പാട് എന്ന സ്ഥലത്ത് വീണ്ടും അവരെ ദൈവാത്മാവ് നിയോഗിച്ചതിന്റെ പ്രകാരം അവർ കടന്നു പോവുകയുണ്ടായി. അങ്ങനെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത്, അവർ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഏകദേശം 2-2.5 വയസ്സായപ്പോൾ എൻ്റെ ജീവിതത്തിൽ അടുത്ത ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അതാണ് എൻ്റെ ജീവിതത്തെ ശരിക്കും മാറ്റിമറിച്ച ഒരു സംഭവം എന്ന് പറയും. അതൊരു എൻ്റെ ജീവിതത്തെ ഒത്തിരി, എന്താ പറയുന്നത്, ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയൊരു അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണെന്ന് അത് പറയാൻ ആഗ്രഹിക്കുക. ഏകദേശം 2.5 വയസ്സുള്ള ആ സമയത്ത് ഒന്നിടവിട്ടുള്ള ഒരു പനി എനിക്ക് ബാധിച്ചു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വീടും നാടും എല്ലാം വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് എൻ്റെ മാതാപിതാക്കൾ. കയ്യിൽ പൈസകളൊന്നുമേ ഇല്ല, സ്വന്തമായ ഒരു ഭവനമില്ല, വാടക വീടുകളിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 7 മക്കളുണ്ട്. 7 മക്കളും ഉള്ള വലിയൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ മാതാവിൻ്റെയും എൻ്റെ പിതാവിൻ്റെയും കുടുംബം എന്ന് പറയും. ഞങ്ങൾ 7 മക്കളും. അപ്പോൾ ഇത്രയുമുള്ള ഈ കുടുംബത്തിന്റെ മൊത്തം കാര്യങ്ങളും എല്ലാം നടക്കേണ്ട ഒരു സമയത്ത് എനിക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു പനി വന്നപ്പോൾ, ഇങ്ങനെ എന്താണ് സംഭവം എന്നറിയാൻ മേലാതെ എൻ്റെ മാതാപിതാക്കൾ ഇരിക്കുക. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ ഒരു എൻ്റെ പിതാവിനെ അറിയാവുന്ന ഒരു ഡോക്ടർ, അവര് സായിപ്പിന്റെ ആശുപത്രി, മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, അത് വർഷങ്ങൾക്ക് മുമ്പ്, ആ ഡോക്ടറുടെ പേര് എനിക്ക് അറിയില്ല, എന്നെ പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ടുപോവാ, നമുക്ക് കുഞ്ഞിനെ നോക്കാം എന്ന് പറഞ്ഞ പ്രകാരം അവിടെ ചെന്നു. അങ്ങനെ ആ പനിയുടെ ബന്ധത്തിൽ അവർ ചെറിയ ചികിത്സകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. എന്നാൽ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓടി നടക്കുന്ന സമയത്ത് കുഴഞ്ഞങ്ങ് വീണിട്ട് എനിക്ക് എഴുന്നേക്കാൻ വയ്യ. ഞാൻ അമ്മയൊക്കെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ശബ്ദം പുറത്തു വരുന്നില്ല. അമ്മയെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ശബ്ദം പുറത്തു വരുന്നില്ല. എന്നാൽ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പെട്ടെന്ന് മോൻ എന്ത് ചെയ്യുന്ന തിരക്കി വന്ന അമ്മ കാണുന്നത് മുറ്റത്ത് വീണ് കിടക്കുന്ന എന്നെയാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ എന്നെ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി വെള്ളമൊക്കെ തളിച്ചു, എല്ലാം ഒക്കെ നോക്കിയിട്ടും ഒരു രക്ഷയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ചത്തതിന് തുല്യമായി, ഒരു ഡെഡ് ബോഡി എങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ അല്പം ശ്വാസം മാത്രമുള്ള ഒരു ജീവച്ഛവം എന്നാണ് നമ്മൾ പറയുന്നതിന്. ഒരു പ്രയോജനമില്ല, കൈയനക്കത്തില്ല, കാലനക്കത്തില്ല, സംസാരിക്കത്തില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ കിടന്നു. പെട്ടെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമമായി. ഇതെന്താ സംഭവം, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ പ്രിയ ദൈവമക്കളോട് പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ആശ്രയിപ്പാനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. ഒന്ന് ചികിത്സ നേടാൻ വേണ്ടിയുള്ള സാമ്പത്തിക ശേഷിയും എൻ്റെ മാതാപിതാക്കൾക്കില്ല. എൻ്റെ പിതാവിന്റെ ഭവനക്കാർ എൻ്റെ പിതാവിനെയും ഞങ്ങളെല്ലാം കളിയാക്കി വിളിച്ചത് കാലേൽ പെര വെച്ച് നടക്കുന്ന ആൾക്കാരെന്ന്. കാലേൽ പെര വെച്ച് നടക്കുന്നത്. കാരണം എൻ്റെ പിതാവ് എവിടെ കൊണ്ട് കാല് വെക്കുന്നു അവിടെയായിരിക്കും ഞങ്ങളുടെ പെര. കാരണം ഞങ്ങൾക്ക് പുരയിടമില്ല, വീടില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ തിരികെ അങ്ങോട്ട് ചെല്ലുമ്പോൾ, തിരികെ വീട്ടിലോട്ട് ചെന്നാൽ ഒന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: നീ ആ ബൈബിള് താത്ത് വെച്ചിട്ട് നീ വരാമെന്നുണ്ടെങ്കിൽ നിന്നെ വീട്ടിനകത്ത് കയറും, ഇല്ലെങ്കിൽ പ്രവേശനമില്ല. എൻ്റെ പിതാവും മാതാവും പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ കുഞ്ഞിനെ ദൈവം തന്നതെങ്കിൽ, ഈ കുഞ്ഞിനെ ദൈവമാ ഞങ്ങൾക്ക് തന്നതെങ്കിൽ, ഈ കുഞ്ഞിന് ജീവൻ തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾ ഈ മാർഗം വിട്ട്, ഈ സത്യസുവിശേഷം വിട്ട് ഞങ്ങൾ പിന്മാറുകയില്ല. ഈ കുഞ്ഞിനെ തന്ന ദൈവമാണെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളോടെ നോക്കാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ
ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചില ദിവസങ്ങൾ ചെലവിടുവാൻ ഇടയായി തീർന്നു. ആ കാലത്തുള്ള ദൈവദാസന്മാരുടെ വിശ്വാസവും ആ കാലത്തുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയും ഈ കാലത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന കുറെ ദൈവദാസന്മാർ ആ കൂടെ എൻ്റെ പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റൊന്നുമില്ല, ഈ ലോക വൈദ്യന്മാരിൽ ആശ്രയിപ്പാൻ സാമ്പത്തികമൊന്നുമില്ല. എന്നാൽ പരമവൈദ്യനായ ദൈവത്തിന്റെ അടുക്കൽ ഏത് രോഗത്തിനും ഏത് വിഷയത്തിനും പരിഹാരമുണ്ടെന്ന് ഉള്ള വിശ്വാസത്തോടുകൂടി, തികഞ്ഞ വിശ്വാസത്തോടുകൂടി തന്നെ എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ കൈകൾ ചലിപ്പിക്കാൻ കഴിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എൻ്റെ ഇരു കൈകളും ചലിപ്പിക്കാൻ കഴിയത്തില്ല. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം എന്ന് പറയാൻ എൻ്റെ നാക്കിന് ശക്തിയില്ല, നാക്ക് തളർന്നുപോയി. ഇനി ആംഗ്യ ഭാഷയിൽ ഇച്ചിരി വെള്ളം വേണമെന്ന് ചോദിക്കാനും പറ്റത്തില്ല, കാരണം എൻ്റെ കൈകൾ തളർന്നുപോയി. ഒരു ജീവച്ഛവം പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തി. ഞാനൊരു ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഞാൻ അത് പറയാം സഹോദരൻ. ഇങ്ങനെ കിടക്കുന്ന ഈ സമയത്ത് എൻ്റെ ചുറ്റും ഇരുന്ന് അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വീഴുന്ന അറിയാം. ഈ വെള്ളം വീഴുന്ന മറ്റൊന്നുമല്ല, എൻ്റെ മാതാപിതാക്കളൊക്കെ കണ്ണീരോടുകൂടി ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണീര് വന്ന് എൻ്റെ ദേഹത്ത് വീഴുന്നതാണ്. അതാണ് എൻ്റെ ദേഹത്ത് വീണത്. ഞാനൊരു കാര്യം പറയട്ടെ, കണ്ണീരിനെ മറികടക്കാത്തൊരു ദൈവമുണ്ട്. കണ്ണീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി നൽകുന്ന ഒരു ദൈവം, അവൻ ഇന്നും ജീവിക്കുന്നു. എൻ്റെ ജീവിതാനുഭവം അത് തന്നെയാണ്. ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ വെച്ച് തന്നെ ഒരത്ഭുതം സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ ചലിക്കാത്ത കൈകളെ ചലിപ്പിക്കുവാനുള്ള കൃപ ദൈവം, അല്ലെങ്കിൽ ആ സൗഖ്യം ദൈവം എനിക്ക് തന്നു. സംസാരിക്കാൻ കഴിയാത്ത എൻ്റെ നാവിനെ ദൈവം തൊട്ടു. ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാവ് സംസാരിപ്പാൻ കഴിയാതെ വണ്ണമായിരുന്ന നാവായിരുന്നെങ്കിൽ ദൈവം അതിന് സൗഖ്യം തന്നപ്പോൾ അനേക ഇടങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം എനിക്കിടയാക്കി. മാത്രം ഈ കേൾക്കുന്നതിൽ എത്ര പേർക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലർക്കൊക്കെ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരുണ്ടാവാം. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഈ രണ്ട് കൈകളും ചലിക്കാൻ കഴിയാത്തൊരു കൈയായിരുന്നു. എന്നാൽ ഈ കൈകൾക്ക് സൗഖ്യം മാത്രമല്ല ദൈവം തന്നത്. ഈ കൈകൾക്ക് സൗഖ്യം മാത്രമല്ല ദൈവം തന്നത്, ഈ കരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം ഈ കീബോർഡ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ്, ആ സംഗീത ഉപകരണം വായിക്കാനുള്ള ഒരു കൃപയും കൂടെ ദൈവം എൻ്റെ കരങ്ങൾക്ക് തന്നു. അനേക വേദികളിൽ കഴിഞ്ഞ ദിവസവും ഇന്നലെയല്ല ഞാൻ ഈ ഇരു കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കീബോർഡ് വായിച്ചുകൊണ്ടാണ് പാട്ട് പാടിയത്. ഞാൻ പറയട്ടെ, കണ്ണീരിന് മറികടക്കാത്തൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോടും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുക, നിങ്ങൾ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുന്നുവോ, നിങ്ങൾ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ കണ്ണീരെടുക്കുന്നോ, നിങ്ങൾ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ കണ്ണീര് വാർത്ത യേശു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. എൻ്റെ ജീവിതാനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇരു കരങ്ങളും ചലിപ്പിക്കാൻ കഴിയാത്ത എനിക്ക് എൻ്റെ കരങ്ങൾക്ക് ചലിപ്പിക്കുവാൻ മാത്രമല്ല, ഈ കരങ്ങൾ ഒരു സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കൃപയും ദൈവം തന്നു. എൻ്റെ നാവിന് സംസാരിക്കാൻ കഴിയത്തില്ലായിരുന്നു, പക്ഷെ ഈ നാവ് കൊണ്ട് അനേക സ്ഥലങ്ങളിൽ പാട്ടുപാടുവാനും പ്രസംഗിക്കുവാനും ഒക്കെയുള്ള കൃപ ദൈവം തന്നു. എങ്ങനെ ലഭിച്ചു? കണ്ണീരിന് മറികടക്കാത്തൊരു ദൈവം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കണ്ണീരോടും വേദനയോടും കൂടി ആരൊക്കെയോ എന്നെ ഈ ലൈവിൽ വീക്ഷിക്കുന്നുണ്ട്. അന്ന് അവരോട് ഞാൻ ദൈവാത്മാവിൽ പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ വിഷയം ഏതൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ കണ്ണീരിന് മറികടക്കാത്തൊരു ദൈവമുണ്ട്. അവൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനായ ഒരു ദൈവമാണ്. മാത്രം കർത്താവിനെ പറ്റി നമുക്ക് അറിയാവുന്നൊരു വാക്യം ഇതാ, യേശു കണ്ണുനീർ വാർത്തു. നമ്മുടെ കണ്ണുനീരെല്ലാം വാർക്കുന്ന
ഇനി നിന്റെ ജീവിതത്തിൽ കണ്ണീരൊഴുക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ്. എന്തൊക്കെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഈ ഹന്ന എന്ന് പറയുന്ന ഒരു മാന്യ സ്ത്രീയെ കുറിച്ച് നമുക്ക് ബൈബിളിൽ അറിയാം. മനോവിഷമത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞ ഒരു ഹന്ന. താൻ ആഗ്രഹിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തനിക്കൊരു പുത്രനെ ലഭിക്കണം, അത്രേ മാത്രമേ ഉള്ളൂ. ഒരു മകൻ എന്ന് മാത്രമേ അത് ഉദ്ദേശിക്കൂ, ഒരു സന്താനം. പക്ഷെ ദൈവം കൊടുത്തത്, ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞ ഹന്നയ്ക്ക് കൊടുത്തത് വെറും ഒരു മകനെയല്ല, ഇസ്രായേലിന്റെ രാജാവായി വാഴുവാൻ, അവിടുത്തെ ന്യായപാലകനാകുവാന്, അവിടുത്തെ ഈ 3 ഓഫീസുകൾ ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ ശക്തനായ ഒരു ശമൂവേൽ ബാലനെ കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചതാണ്. സ്തോത്രം. കർത്താവ് വിടിവിക്കുന്ന ദൈവമാണ്. ഇന്നും ആ കർത്താവ് വിടിവിക്കുന്നത്. നിങ്ങൾ ആരൊക്കെ ഏതൊക്കെ ഭാരത്തിൽ ഇരിക്കുന്ന അറിയില്ല. രോഗികളായിരിക്കുന്നവരുണ്ടായിരിക്കാം, സാമ്പത്തികമായി ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം, പലവിധമായ പ്രശ്നങ്ങളിൽ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് ഉറച്ചു വിശ്വസിക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ വേദനകളെ മാറ്റുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. എന്റെ ജീവിതാനുഭവങ്ങളിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാം. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഞാനൊരു ജീവച്ഛവം പോലെ കിടന്ന ഒരു വ്യക്തിയായിരുന്നു. ജീവച്ഛവം പോലെ കിടന്ന വ്യക്തി. ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡെഡ് ബോഡി എങ്ങനെ കിടക്കുന്നു അതുപോലെ കിടക്കുക. സംസാരിക്കത്തില്ല, കൈ ചലിപ്പിക്കത്തില്ല, കാല് ചലിപ്പിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ കിടന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ആ കാലത്ത് ആ പ്രദേശത്തുണ്ടായിരുന്ന ചില വ്യക്തികൾ കടന്നു വന്നിട്ട് അവർ ഈ ലക്ഷണമൊക്കെ എൻ്റെ കിടപ്പും എൻ്റെ ഈ ലക്ഷണമൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പിതാവിനോട് പറഞ്ഞ ദേവാസ, ഈ കുട്ടി അധികം ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. മാന്യമായിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾ ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. ഈ കുട്ടി ഇനി അധികം ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് സംഭവം കാണുന്നത്. അവർ ഈ എൻ്റെ ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ലക്ഷണങ്ങളൊക്കെ കണ്ട് കാര്യം പറഞ്ഞവരാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി അഥവാ ജീവിച്ചിരുന്നാൽ പോലും ഈ കുഞ്ഞിനെ നിങ്ങൾക്കിനി സാധാരണ ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് ലഭ്യമാകത്തില്ല. ഇതിനൊരു ബുദ്ധിയോ സ്ഥിരതയൊന്നും കാണത്തില്ല. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ മന്ദബുദ്ധിയായി തീരും എന്നാണ് അവർ പറഞ്ഞത്. ഒരു മന്ദബുദ്ധിയെ പോലെ ജീവിക്കും, ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഒരു വ്യക്തിയായി മാറുമെന്ന് അവര് എൻ്റെ പിതാവിനോട് പറഞ്ഞു. എന്നാൽ ഞാൻ വാസ്തവമായി നിങ്ങളോട് ഞാനൊരു കാര്യം, എൻ്റെ ഈ ലൈവിൽ കാണുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഓരോ മനുഷ്യനെ ഓരോ ഉദ്ദേശത്തോടു കൂടിയ ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എങ്കിൽ, ഇന്ന് പകൽക്കാലം പറയട്ടെ, മറ്റ് മനുഷ്യർ നമ്മളെ വിധിക്കുന്നതല്ല നമ്മുടെ വിധി. തമ്പുരാൻ നമ്മെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുക എന്നുള്ള തമ്പുരാന്റെ ഇഷ്ടം. നമ്മെക്കുറിച്ച് ആരൊക്കെ എന്തെല്ലാം പറയട്ടെന്നേ, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നാം ആരാണെന്നും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്നും മനസ്സിലാക്കിയാൽ മാനുഷിക വിധികളോ മാനുഷിക ചിന്തകളോ അല്ല നമ്മിൽ നടപ്പാകുന്നത് ദൈവത്തിന്റെ ചിന്തകളും ദൈവത്തിന്റെ പദ്ധതികളുമായി. ബൈബിളിൽ നിന്ന് ഒത്തിരി ഉദാഹരണം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ കാര്യം ആദ്യം അനുഭവം പറഞ്ഞിട്ട് ഞാൻ പറയാം. പ്രിയമുള്ളവരെ, എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എൻ്റെ വാഗത്താനത്ത് ഞങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇടുന്നുണ്ട്. അവിടെ ധാരാളം കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കുന്നുണ്ട്, ട്യൂഷനൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്, ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കണക്ക് എന്ന് പറയുന്നത്, മാത്സ്. കണക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള സബ്ജക്റ്റ്. കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ അവർ പറയും മാത്സ് എന്ന് പറയും. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇത് പറയുന്നത് കേട്ടോ, മറ്റൊന്നുമല്ല. അങ്ങനെ അനേക കുഞ്ഞുങ്ങളെ കണക്ക് പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു.
ഒരു മാത്സ് അധ്യാപകനായി ദൈവം എന്നെ തീർത്തു. ഞാൻ മുമ്പ് ചോദിക്കട്ടെ, ഈ കുട്ടി ജീവിച്ചിരിക്കത്തില്ലെന്നും അഥവാ ജീവിച്ചിരുന്നാൽ ഒരു മന്ദബുദ്ധിയെ പോലെ ആയി തീരുമെന്നും അല്ലെങ്കിൽ ആർക്കും ഒരു പ്രയോജനവുമാകുന്നില്ല എന്ന് വിധിച്ച ചില ആളുകളുണ്ട്. എന്റെ പിതാവിനോട് നേരിട്ട് പറഞ്ഞു വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ പറയുക, മറ്റുള്ളവരുടെ വിധിയോ മറ്റുള്ളവരുടെ ചിന്തയോ അല്ല, ദൈവം നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണോ അത് മാത്രമേ നടക്കാത്തുള്ളൂ. പറയട്ടെ, മന്ദബുദ്ധി എന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ആകുമെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നവരുടെ മധ്യത്തിൽ ഒരു കണക്കിന്റെ അധ്യാപകനായി ദൈവം എന്നെ ഉയർത്തിയെങ്കിൽ ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതല്ല കേൾക്കേണ്ടത്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിധി എന്താണോ അത് ശിരസ വഹിക്കണം. അത്ര ഒരു കാര്യം കൂടെ പറയാം. ബൈബിളിലെ വിശുദ്ധ ബൈബിളിനകത്ത് യായിറോസ് എന്ന വ്യക്തിയുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് രക്തസ്രാവക്കാരി സ്ത്രീയെ കാണുകയും അവിടെ വെച്ച് ആ രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും യായിറോസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. അടുത്ത് ചെല്ലുമ്പോൾ പറയുന്നത്, ബാല മരിച്ചുപോയി. അവർ പറയുന്ന അഭിപ്രായമാണ്, ബാല മരിച്ചുപോയി. ഇനി ഗുരുവിനെ എന്ത് ചെയ്യണ്ട, അസഹ്യപ്പെടുത്തണ്ട. അഥവാ ഇനി ഈ ഗുരുവിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, മരിച്ചു പോയല്ലോ, ഇനി യാതൊരു പ്രയോജനവും ഇല്ല. പക്ഷെങ്കിൽ അവിശ്വാസം പറയുന്നവരെയും അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരെയും ദൈവം മാറ്റി നിർത്തിയിട്ട് അവരെല്ലാം വെളിയിൽ കൊണ്ടുവന്നിട്ട് താനും ആ മാതാപിതാക്കളും മാത്രം ആ ബാലയുടെ അരിക്കൽ ചെന്നിട്ട് ആ ബാലയ്ക്ക് ജീവൻ കൊടുത്ത ഒരു യേശുവിനെ നമുക്ക് പറയാം. മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന വിധി, നീ തീർന്നു പോയെന്നോ, നീ ഇല്ലെന്നോ, നീ ഇനി ഒന്നും ആകത്തില്ലെന്നോ ഒക്കെ പറയുന്നിടത്ത് ഇന്ന് ഈ രാവിലെ ഈ ലൈവ് കേൾക്കുന്നവരോട് ഞാൻ പറയാം, മറ്റുള്ളവരുടെ വിധിയല്ല നമ്മെക്കുറിച്ചുള്ളത്, ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും നമ്മെക്കുറിച്ച്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് കരയണ്ട. ദൈവത്തിന്റെ വിധി എന്താണ്, ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ദൈവസന്നിധി താണു കൊടുക്കാൻ നാം തയ്യാറാണെങ്കിൽ, ആ കർത്താവിനോട് യാചിക്കാൻ നാം തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടതായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടതായിക്കോട്ടെ, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അതിന് കർത്താവിന് ഒരു വിഷയമല്ല, ജാതി ഒരു വിഷയമല്ല, മതം ഒരു വിഷയമല്ല, നിങ്ങൾ പൈസ ഉണ്ടോ എന്നൊരു വിഷയമല്ല, നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത അതൊന്നും ദൈവം ചോദിക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യവുമായി യേശുവിന്റെ അരിക്കൽ നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ യേശു ശക്തനാണ്. നിങ്ങളുടെ ഏത് വിഷയമായിക്കോട്ടെ ആ വിഷയങ്ങളെ പരിഹരിപ്പാൻ യേശു ശക്തനാണ്. ഇത് പകൽക്കാലം ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്റെ ജീവിത അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ ലോകത്ത് ഇനി ജീവിക്കാൻ അവസരം എന്താ പറയുക, ഇനി ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നിയ ഒരു വ്യക്തി അല്ല ഞാൻ. എപ്പോഴാണ് ഞാൻ മരിക്കുന്നതെന്ന് നോക്കിയാ എന്റെ മാതാപിതാക്കൾ ഇരുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കിയത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ പണമല്ല, എന്റെ കുലമഹിമയൊന്നുമല്ല, ഹല്ലേലൂയ, എന്റെ സാമ്പത്തികമല്ല, എന്റെ പഠിത്തമല്ല, എന്റെ യാതൊന്നുമില്ല, എന്റെ മതമോ മറ്റൊന്നുമല്ല. കർത്താവേന്ന് വിളിച്ച എന്റെ പിതാവിന്റെയും മാതാപിതാക്കളുടെയും ആ കണ്ണീരിന്റെ മുൻപിൽ പ്രവർത്തിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടെല്ലാവരുടെയും കേൾക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, എന്തായിക്കോട്ടെ, കർത്താവേന്ന് വിളിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മേലും കർത്താവ് പ്രവർത്തിക്കും. മാത്രം മുമ്പേ പറഞ്ഞതുപോലെ അനേക സ്ഥലങ്ങളിൽ എനിക്ക് പാടുവാന്, കീബോർഡ് വായിക്കുവാന് ഒക്കെ ദൈവം ഇടയാക്കി തീർക്കുന്നു. അനേക സ്ഥലങ്ങളിൽ മാറ്റമില്ലാത്ത ഈ വചനം സംസാരിപ്പാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അനേക സ്ഥലങ്ങളിൽ പോയി ദൈവം എനിക്ക് ചെയ്ത ഈ നന്മകളെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. എല്ലാത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ആരോമ ടിവിയിലൂടെ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഏതൊക്കെങ്കിലും ഭാരത്തോടെയോ ഏതെങ്കിലും വിഷമത്തോടു കൂടിയോ ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റുന്നവനായ ഒരു ദൈവം ഉണ്ട്.
എൻ്റെ ജീവിതത്തിൽ അനേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ നിമിഷങ്ങളിലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു മന്ദബുദ്ധിയായി തീരേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആകേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കാം. പക്ഷേ ഞാൻ പഠിച്ച ക്ലാസ്സുകളിലെല്ലാം ദൈവനാമഹത്വത്തിന് വേണ്ടി പറയുന്നത്, ഉയർന്ന മാർക്ക് വാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സ്കൂൾ റെക്കോർഡ്സ് എല്ലാം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കണക്കിന് ഫുൾ മാർക്കും, അത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ ഫുൾ മാർക്ക് മേടിക്കുന്നുണ്ട്. 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ഔട്ട് ഓഫ് 50 50-ൽ നിന്നാണ് മാർക്ക് വരുന്നത്. 50-ൽ 50 മാർക്ക് മേടിച്ച വ്യക്തിയാണ് ഞാൻ. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ സ്കൂൾ റെക്കോർഡ് കാണും, ആ സ്കൂളിൽ കാണും. അതെല്ലാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഞാൻ നുണ പറയുന്നതല്ല. അത് തെളിവുള്ളതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ പറയുന്നത്. അപ്പൊ ഫുൾ മാർക്ക് കണക്കിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് തന്ന ബുദ്ധി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊന്ന് ചിന്തിക്കുക. ഞാനൊരു കാര്യം പറയാം, ദൈവം നൽകുന്നത് ചെറുതല്ല. നമുക്ക് മന്ദബുദ്ധി എന്ന് പറയുന്ന ഇടത്ത്, മറ്റുള്ളവർ നമ്മെ നിന്ദിച്ച ഇടത്ത്, നമ്മെ ഒരു എന്താ പറയുന്നത്, ശ്രേഷ്ഠകരമായ ചില മേഖലയിലൂടെ കടത്തിവിടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എനിക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൈകൾക്ക് ദൈവം സൗഖ്യം തന്നു, എൻ്റെ നാവിന് സൗഖ്യം തന്നു. ഞാൻ നേരെ ഇരിക്കാത്തൊരു വ്യക്തിയായിരുന്നു, എൻ്റെ നടുവ് തളർന്നു പോയൊരു വ്യക്തിയാണ്. ദൈവകൃപയാൽ എനിക്കിപ്പോൾ നേരെ ഇരിക്കും. എന്നാൽ എൻ്റെ 2 കാലുകൾക്കും അല്പം സ്വാധീനക്കുറവുണ്ട്. അത് ഉണ്ട്, എനിക്കിപ്പോഴും ഉണ്ട്. എന്നും കണ്ട് ഒരു വീട്ടിനകത്ത് അടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അനേക സ്ഥലങ്ങളിൽ എന്നെ കർത്താവ് എവിടൊക്കെ അയക്കുന്നു, ആ സ്ഥലങ്ങളിലെല്ലാം പോയി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അനേകർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ ഹൈ റേഞ്ച് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ, ഇടുക്കിയിലെ ഡിസ്ട്രിക്റ്റിലെ പല സ്ഥലങ്ങളും ഭയങ്കര കുന്നുകളുള്ള സ്ഥലം, ഒത്തിരി മൊട്ടക്കുന്നുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഈ തേക്കടി കാണാൻ പോയിട്ട് വന്ന് അവിടുത്തെ മലയെക്കുറിച്ചൊക്കെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അയ്യോ, എനിക്കത് കാണാൻ പറ്റുകയല്ലോ, അതൊന്നും കാണാനുള്ള സാധ്യതയില്ലല്ലോ, ഒരു 4 ചുവരിനകത്ത് ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമാണല്ലോ ഞാൻ. എൻ്റെ ലോകം എന്ന് പറയുന്നത് 4 ഭിത്തിക്കകത്ത് തീരുന്ന ഒരു ഇതാണല്ലോ എന്ന് ഞാനൊക്കെ അങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ താലന്ത് ദൈവം തന്നതോടുകൂടി എന്നെ അനേക സ്ഥലങ്ങളിലേക്ക് ദൈവം അയച്ചു. എൻ്റെ ചെറുപ്പത്തിന് വലിയ ആഗ്രഹമായിരുന്നു കടല് കാണണം. എൻ്റെ കൂട്ടുകാരൊക്കെ വിനോദയാത്രയ്ക്ക് പോയി കടല് കാണാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അതിശയിച്ചു, കർത്താവ് എന്നെ കടൽ എങ്ങനെ കാണും, ഞാൻ കാണില്ല. എൻ്റെ സങ്കല്പത്തിൽ ഞാൻ കടല് കാണുക, എൻ്റെ ഇമാജിനേഷനിലൂടെ മലകളും ഒക്കെ എങ്ങനെ കാണുക. ഇങ്ങനെ ഈ പടങ്ങളിലൊക്കെ കാണുന്ന മലകളും പടങ്ങളിൽ കാണുന്ന കടലും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ കൃപയാൽ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരിടത്ത് അടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ നീ ഒരിടത്ത് കൊണ്ട് നീ ഒതുങ്ങിപ്പോകുമെന്ന് ശത്രുവായവൻ എവിടൊക്കെ വിധിച്ചിട്ടുണ്ടോ അവിടെ കൊണ്ട് ഒതുക്കാനല്ല ദൈവം തീരുമാനിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് അത് മറ്റുള്ളവർ തീരുമാനിക്കുന്നതല്ല. നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്തൊക്കെയാണെന്നുള്ളത് അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. എവിടൊക്കെ പോകണം, ഹൈ റേഞ്ചിന്റെ മൊട്ടക്കുന്നി പോകണം, നിന്നെ ഞാൻ കൊണ്ടുപോകും. നിനക്ക് കടൽ തീരത്ത് നിന്നെ കൊണ്ട് പാട്ട് പാടിക്കണോ, ഞാൻ പാടിക്കും. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിന്നെ ഒതുക്കുവാന്, നിന്നെ ഇല്ലാതാക്കുവാന് ആരൊക്കെ ശ്രമിച്ചാലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ കർത്താവിന്റെ പദ്ധതി പ്രകാരം നീ ഒന്ന് നിന്നുകൊടുത്താൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ മനസ്സിൽ കാണുന്ന, നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ചില പദ്ധതികൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വീടുകൾ നൽകും. എനിക്ക് നല്ല വിദ്യാഭ്യാസം ദൈവം തന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദീർഘനാളുകളായി ഒരു അധ്യാപകനായി സെക്കുലർ മേഖലകളിലും ബൈബിൾ മേഖലകളിലൊക്കെ ഒരു അധ്യാപകനായി തുടരുവാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ അടുക്കൽ വരുന്ന അനേക വിദ്യാർത്ഥികളെ ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഞാൻ ഇരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ
എന്റെ കഴിവോ എന്റെ മിടുക്കോ ഒന്നുമല്ല. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. പൗലോസിന് അതിനകത്ത് ഒന്നുമില്ല, റോളില്ല, എല്ലാം ദൈവത്തിന്റെ കൃപ പൗലോസിന്മേൽ വ്യാപരിച്ചപ്പോഴാണ് പൗലോസിന് അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എനിക്കും പൗലോസിന്റെ ആ വാചകത്തെ അല്ലെങ്കിൽ ആ സെന്റൻസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കടമെടുത്ത് പറയാറുള്ളത്, ഞാനാകുന്ന ജിജി വില്യംസ് എന്ന ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. അല്ലാതെ ഞാൻ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ പഠിത്തമോ അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ഒന്നും, എനിക്ക് സമ്പത്തിലൊന്നും അധികം ഇല്ല, സാധാരണക്കാരൊരു മനുഷ്യനാണ്. അല്ല, ഞാനൊരു കാര്യം പറയാം, എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലെ ഗാവുകളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും ആയതുകൊണ്ടല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നത് കൊണ്ടാണ്, എന്നെ ദൈവം ശക്തനാക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിന്റെ കൃപ എന്നിൽ വ്യാപരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി വേദനകരമായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ ദൈവം എൻ്റെ കൂടെ ഇരുന്നു. അനേക സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. ഏകദേശം 2004-2005 കേരളത്തിലെ സുനാമി അടിച്ച സമയത്ത്, അന്ന് കന്യാകുമാരിയിൽ ഒരു മീറ്റിംഗിൽ കടന്നു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് ഒരു ഞായറാഴ്ചയാണ് ആ സുനാമി നമ്മുടെ കേരള തീരത്ത് അടിച്ചു വന്നത്. ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിൽ അവിടെ പോയി അവിടെ കിടന്ന ശേഷം ഞായറാഴ്ച രാവിലെ അവിടെയുള്ള ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആരാധന കൂടിയ ശേഷം തിരികെ ഞങ്ങൾക്ക് മറ്റു മീറ്റിങ്ങിൽ കടന്നുപോയി പങ്കെടുത്ത് തിരിച്ചു പോരാൻ, അങ്ങനെ ഒരു വലിയൊരു പ്ലാനാണ് ഞങ്ങൾ ഇട്ടിരുന്നത്. പക്ഷെ ശനിയാഴ്ച പോകാൻ വന്നപ്പോൾ ചെറിയ തടസ്സങ്ങൾ വന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇന്ന് നീ പോകണ്ട, നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്ന് എൻ്റെ ജ്യേഷ്ഠന്റെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ല, പ്രോഗ്രാം സ്ഥലത്ത് നേരത്തെ പോകേണ്ടതല്ലേ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. ഒരു കാര്യം, അന്ന് ആ ജ്യേഷ്ഠനിലൂടെ പോകണ്ട എന്ന് പറഞ്ഞത് ദൈവം ആണ് എന്ന് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി. കാരണം അന്ന് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ആ സുനാമിയിൽ ഞാനും എൻ്റെ സഹോദരങ്ങളും മറ്റ് എൻ്റെ കുറെ സഹോദരങ്ങൾ, പാട്ട് പാടുന്ന കുറെ സഹോദരന്മാരുണ്ടായിരുന്നു, അവരെല്ലാം കൂടെ ആ സുനാമിയിൽ പോകേണ്ടതായിരുന്നു, തീരണ്ടായിരുന്നു. ഞാനിതാ പറയുന്നത്, നമ്മുടെ ജനനം മുതൽ ഓരോ നിമിഷങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം നമ്മളെ ആപത്തിലും രോഗത്തിലും ദുഃഖത്തിലും ഒന്നും കടത്തിവിടാതെ, നമ്മളെ നശിപ്പിച്ച് കളയാതെ നമ്മൾ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതെന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളിലൂടെ എനിക്ക് കാണാൻ സാധിച്ചു. വിദ്യാഭ്യാസം ചെയ്യുമോ എന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു. 10ാം ക്ലാസ് കൊണ്ട് എന്റെ പഠനം തീരുമെന്നുള്ള വിചാരിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെങ്കില് 10ാം ക്ലാസ്സിന് അത് കഴിഞ്ഞുള്ള ഉപരിപഠനങ്ങളെല്ലാം നടത്തുവാൻ ദൈവം എനിക്ക് ഇടയായി. ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ദൈവം എനിക്ക് നൽകി തന്നു. അപ്പോൾ തന്നെ ഒരു കുടുംബജീവിതം നയിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ട് നിന്ന സമയങ്ങളുണ്ട്. എന്നാൽ ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുടുംബജീവിതം നയിപ്പാൻ പറ്റുമോ ഇല്ലോ എന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ദൈവമായിട്ട് തന്നെ എനിക്കൊരു കുടുംബജീവിതം നൽകി തന്നു. ആലപ്പുഴയിലുള്ള ഒരു സഹോദരിയെ ദൈവം അതിനായിട്ട് ഒരുക്കി. എൻ്റെ കൂടെ എൻ്റെ വൈഫ് ഇപ്പൊ ഉണ്ട്, കുഞ്ഞുണ്ട്. അവരെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു നടക്കില്ല എന്ന് തോന്നിയ ഒരു മേഖലയായിരുന്നു വിവാഹം. എന്നാൽ എനിക്ക് ദൈവം അനുഗ്രഹമായ ഒരു വിവാഹ ജീവിതം നൽകി തന്നു. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളെ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. എൻ്റെ ഏത് ആവശ്യങ്ങളുടെ മധ്യത്തിലും, എൻ്റെ ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലും എൻ്റെ കൂടെ നിന്ന, എന്നെ വഴി നടത്തുന്ന, അല്ലെങ്കിൽ എന്നെ കൂടെ നിന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ എൻ്റെ പിതാവ് ഒരു ദൈവദാസനായിരുന്നു. എൻ്റെ സ്കൂൾ ഒക്കെ തലങ്ങളിലൊക്കെ എന്നെ രാവിലെ എടുത്ത് വണ്ടിയിൽ ഇരുത്തി, സൈക്കിളിൽ ഇരുത്തി സ്കൂളിൽ കൊണ്ടാക്കും, തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഇങ്ങനെ ചെയ്തിട്ട് ഒരാളായിരുന്നു എൻ്റെ പിതാവ്. എൻ്റെ പിതാവിനെ പോലെ തന്നെ എൻ്റെ പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തു തന്നത് എൻ്റെ മൂത്ത സഹോദരനായിരുന്നു. അതിന്റെ പേര് പാസ്റ്റർ കെ. റോയ്ബൻ.
അനേക പ്രിയപ്പെട്ടവർക്ക് അറിയാം. ആ ദേവദാസനിലൂടെയാണ് സത്യത്തിലെ എൻ്റെ ജ്യേഷ്ഠൻ എന്നല്ല എനിക്ക് പറയാൻ പറ്റുന്നത്, എൻ്റെ ഒരു സഹോദരൻ എന്ന് പറയാൻ പറ്റുന്ന, അപ്പോൾ തന്നെ എൻ്റെ ഒരു ആത്മീയ പിതാവ് എന്ന് പറയാൻ പറ്റും, എൻ്റെ ഒരു എൻ്റെ വേദ അധ്യാപകനാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേണ്ടി ചെയ്ത എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് വേണം പറയാം. എല്ലാമായിട്ടുള്ള ഒരു സഹോദരനാണ് പ്രിയ കെ എ റോയ് വരുന്നത്. ആ പാസ്റ്ററെ അറിയാവുന്ന ഒത്തിരി വ്യക്തികൾ ഉണ്ട്, ഇന്ന് കേരളത്തിൽ ഒത്തിരി പേരുണ്ട്. 2021 ജനുവരി മാസം താൻ ഈ ലോകത്തിൽ നിന്നും താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയുണ്ടായി. അങ്ങനെ തൻ്റെ മനസ്സിൽ ദൈവം കൊടുത്തിട്ടുള്ള ആ ദൈവിക വെളിപ്പാടിനനുസൃതമായി പല ശുശ്രൂഷകളുമൊക്കെ താൻ ആരംഭിക്കുകയുണ്ടായി. ഒരു സഭ രൂപീകരിച്ചു. വോയിസ് ഓഫ് ഗോഡ് എന്ന പേരിൽ തന്നെ പ്രവർത്തനങ്ങൾ, ഗോസ്ബൽ ടീമായിട്ടും മറ്റു പ്രവർത്തനങ്ങളുമായി താൻ ഇങ്ങനെ കടന്നുപോകും. അങ്ങനെ അതിനൊരു മ്യൂസിക് വിങ് ഉണ്ട്. ആ മ്യൂസിക് വിങ്ങിന്റെ പ്രധാന ആളെന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ അവിടെ കീബോർഡ് വായിക്കുക, ആ പാട്ടുകളെ ഡയറക്റ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അതിന്റെ ആ വോയിസ് ഓഫ് ഗോഡിന്റെ മ്യൂസിക് ടീമിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ടാണ് ഞാൻ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജ്യേഷ്ഠനോട് ചേർന്ന് അനേക സ്ഥലങ്ങളിൽ, എൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് അനേക സ്ഥലങ്ങൾ, എൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് അനേക സ്ഥലങ്ങളിൽ, ഒത്തിരി ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ഒന്നിച്ചു നിൽപ്പാൻ കുടുംബമായിട്ട് ദൈവം ഞങ്ങളെ ഒരുക്കി. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സ്ഥാപിച്ച ആ സഭ അല്ലെങ്കിൽ ആ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുമൊക്കെ അദ്ദേഹത്തിന്റെ വേർപാടിന്റെ സമയം കഴിഞ്ഞ ശേഷം അത് നോക്കി നടത്താനുള്ള ഒരു കൃപ ദൈവം എനിക്ക് നൽകി തന്നു. ഇന്നും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കള് ആ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠന്റെ വേർപാടിന് ശേഷമാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. എന്നിപ്പോ പറഞ്ഞതുപോലെ തന്നെ അനുഗ്രഹീതമായ ഒരു സഹോദരിയാണ് എനിക്ക് കർത്താവ് നൽകി തന്നത്. ഒത്തിരി സന്തോഷകരമായ ജീവിതമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഞങ്ങൾ വിവാഹാനന്തരമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞ് പ്രിയ ദാസിയുടെ ഗർഭത്തിൽ ഉരുവായി തീർന്നു. ആ കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾക്ക് ദൈവം തരുന്ന എന്താണെങ്കിലും അത് ഞങ്ങൾ സ്വീകരിക്കുക എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ദാസിക്ക് ഷുഗറിൻ്റെതായ അല്പ പ്രയാസങ്ങൾ ഉണ്ടാകുന്നല്ലാതെ വേറെ മറ്റു ശാരീരികമായ പ്രശ്നങ്ങളോ മറ്റുകളോ ഒന്നുമില്ല. ഇങ്ങനെ ഞങ്ങൾ പോയി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ ഈ കുഞ്ഞും ഇതിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഡെലിവറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കടന്നു പോയിക്കൊണ്ട് അങ്ങനെ 7-ാം മാസം കഴിഞ്ഞ് 8-ാം മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്ത് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിന് പ്രകാരം 7-ാം മാസത്തിലെ സ്കാനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ അറ്റൻഡ് ചെയ്ത് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ വൈഫിന്റെ ശരീരത്തിലെ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടു എന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ കുഞ്ഞിന് മരണം സംഭവിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് എൻ്റെ വൈഫിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുവാനിടയായിരുന്നു. ഏകദേശം ഒരു ബുധനാഴ്ച ദിവസം അഡ്മിറ്റ് ആകുന്നു. ഡോക്ടർ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കുഞ്ഞ് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ കിട്ടത്തില്ല, അതുകൊണ്ട് കുഞ്ഞിനെ നഷ്ടപ്പെടും. കുഞ്ഞ് മാത്രമല്ല എൻ്റെ ഭാര്യയും നഷ്ടപ്പെടും എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് വെളിയിലെടുക്കണം എന്ന് പറഞ്ഞു. ഒരു ബുധനാഴ്ച ദിവസമാണ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കിയത്. വ്യാഴാഴ്ച ദിവസം ആ ഓപ്പറേഷന് വേണ്ടിയുള്ള സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി. അന്ന് രാത്രി കഴിഞ്ഞപ്പോഴത്തേക്കും അല്പമായ BP കൂടി. വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ച രാവിലെ ഈ BP കൂടിയത് കൊണ്ടും എങ്ങനെ കുഞ്ഞകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ മേലാതെ, കാരണം ഈ ഫ്ലൂയിഡ് ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞ് എങ്ങനെയാണ് അതിനകത്ത് ഉണ്ടോ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി, പെട്ടെന്ന് ഈ BP എല്ലാം കൂടി ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവരെ ലേബർ റൂമിലേക്ക്, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അവർ കയറ്റി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫിന്റെ മാതാവിനോടും സഹോദരനോടും വിളിച്ച് അവർ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമാണ്, കുട്ടിയെയും അമ്മയെയും കിട്ടത്തില്ല, അവർ മരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. കാരണം
അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും ഡിസോർഡർ ആയി. BP അങ്ങ് ഹൈ ലെവലിലാകുന്നു. പ്രഷർ വളരെയധികം കൂടി. ഷുഗറിന്റെ അളവെന്ന് പറയുന്നത് വളരെ താണുന്ന് 33 വരെ താണു വന്നു. വല്ലാത്തൊരു സംഭവം. ഒരു രാവിലെ 8 മണിക്ക് ലേബർ റൂമിൽ കയറ്റിയ എന്റെ വൈഫിന്റെ 12 മണി കഴിഞ്ഞപ്പോൾ ഓക്സിജൻ ലെവൽ പതുക്കെ താഴാൻ തുടങ്ങി. ഏകദേശം വലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഓക്സിജൻ ലെവൽ താഴ്ന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളോട് പറഞ്ഞു, ഇനിയും പ്രതീക്ഷിക്കേണ്ട, ഈ കുഞ്ഞിനെ ഇനി വെളി കിട്ടത്തില്ല. കുഞ്ഞ് മാത്രമല്ല, എൻ്റെ വൈഫും കിട്ടത്തില്ല, ജീവനോടെ ലഭിക്കത്തില്ലെന്ന് നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന, ഞാൻ അവർ കുറ്റം പറയില്ല കേട്ടോ, അവര് ഏറ്റവും കൂടെ അധ്വാനിച്ചവർ. പക്ഷെ നമ്മുടെ അഭിമാനിക്കാവുന്ന നമ്മുടെ മെഡിക്കൽ കോളേജുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അവസ്ഥയിൽ ഈ കുഞ്ഞിനെയും ഈ അമ്മയെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെന്റിലേറ്ററിലേക്ക് ഇടാനേ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ അവരിങ്ങനെ എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിൽക്കുന്നത് കാരണം, അതായത് പ്രഷർ വളരെ കൂടി നിൽക്കുന്നു, ഷുഗർ ഒട്ടുമില്ലാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ താഴ്ന്നു വരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഈ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ വെളിയിൽ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അത് കാരണം അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. അവർ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇങ്ങനെയാ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഇതൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാതെ, പക്ഷെങ്കിൽ ഈ കുഞ്ഞകത്ത് കിടക്കുന്നത് കാരണം ഇവർക്ക് ചികിത്സിക്കുകയും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ട്രീറ്റ്മെന്റ് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവരിങ്ങനെ വല്ലാതെ വിഷമിച്ചിരുന്ന് കഴിയുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഞങ്ങളോടെല്ലാം പറഞ്ഞൊരു കാര്യം ഇത്രേ ഉള്ളൂ, കുഞ്ഞിനെയും കിട്ടത്തില്ല, അമ്മയെയും കിട്ടത്തില്ല. ഞാൻ കർത്താവിന്റെ സന്നിധി പറഞ്ഞു, കർത്താവേ, അങ്ങാണ് എനിക്ക് ഈ വിവാഹ ജീവിതം നൽകി തന്നത്. എനിക്ക് കുഞ്ഞിനെ തന്നാലും തന്നില്ലേലും ആര് എന്ത് ചെയ്തെന്നാലും ഞാൻ ജീവിക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടി മാത്രമായിരിക്കും എന്നൊരു തീരുമാനം ആ ആശുപത്രിയുടെ മുറ്റത്ത് വെച്ച് ഞാൻ എടുക്കുവാനിടയാക്കി. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. ഈ പ്രാർത്ഥിച്ചു. എൻ്റെ സഭയിലെ പാസ്റ്ററും അന്ന് ശമൂവേൽ പാസ്റ്റർ, എൻ്റെ സഭയിലെ പാസ്റ്റർ ശമൂവേൽ പാസ്റ്റർ ഇവിടെ വന്നു. അവർ പ്രാർത്ഥിക്കുകയോ. അപ്പോൾ ആ പ്രാർത്ഥനയുടെ അനന്തരഫലമാ എന്ന് വേണം പറയാം, അല്ലെങ്കിൽ അല്ല, വേറെ ഒന്നുമല്ല, ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രം. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, കണ്ണീരിനെ മറികടക്കാത്തൊരു ദൈവമുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറികടക്കാത്തൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു, അത് യേശു മാത്രം. അപ്പോൾ കർത്താവ്, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ കുഞ്ഞിനെ തന്നാലും തന്നില്ലേലും, എൻ്റെ കൂട്ടു സഹോദരി തന്നാലും തന്നില്ലേലും ഞാൻ അങ്ങയുടെ പാത വിട്ട് മാറിപ്പോകത്തില്ല കർത്താവെ എന്ന് അവിടെ തീരുമാനിച്ചു. ഏകദേശം 2 മണി ആയി കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ആ പരിശോധനകളൊക്കെ വയ്ക്കുക. അന്നൊരു ഓക്സിജനിൽ വല്ലാതെ താണ് വരിക. അപ്പോൾ എത്രയും പെട്ടെന്ന് വെന്റിലേറ്ററിലിട്ട് ഇടണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം, ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒപ്പിട്ടെല്ലാം കൊടുത്തു. വെന്റിലേറ്ററിലോട്ട് കയറ്റാൻ വേണ്ടി അവരെല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരത്ഭുതം സംഭവിച്ചു. ഓക്സിജൻ ലെവൽ നോർമലായി. എങ്ങനെ സംഭവിച്ചെന്ന് അവർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഓക്സിജൻ ലെവൽ നോർമലായി. ഹൈ പ്രഷറായിരുന്ന ആ പ്രഷറിന്റെ ലെവലും താണു വന്നു, നോർമലായി. ഷുഗറിന്റെ ലെവലും നോർമലായി. എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു? ഈ കുഞ്ഞു വയറ്റിൽ കിടക്കുന്നത് കാരണം ഇവർക്ക് ഇതിനെ ചികിത്സിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അവരെ കുറ്റമല്ല പറയുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനും ബാധിക്കും, അമ്മയും ബാധിക്കും. അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റാതെ. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഒരു ചികിത്സയും അവിടെ കൊടുക്കാതെ വണ്ണം ഈ ഓക്സിജൻ ലെവൽ നോർമൽ ആയതും, ഈ പ്രഷറിന്റെ ലെവൽ നോർമൽ ആയതും, ഷുഗറിന്റെ ലെവൽ നോർമൽ ആയതും ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്, ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയാം, കണ്ണീരിനെ മറികടക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആരൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നോ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്, ഇന്നും ജീവിക്കുന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഏകദേശം നോർമൽ ആയപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു, ഇനി എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി 1 മണിക്കൂറിന് ശേഷമായിട്ട്
ആ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം നൽകി തന്നു. എൻ്റെ സമീപത്തായിട്ട് എൻ്റെ വൈഫും കുഞ്ഞുമുണ്ട്. ഞാൻ അവരെ ഒന്ന് കാണിക്കാം. നോക്കിക്കേ. ആയിക്കോട്ടെ. അങ്ങനെ എനിക്ക് അനുഗ്രഹമായ ഒരു കുഞ്ഞിനെ ദൈവം നൽകി തന്നു. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ഒരു 2-3 മാസം മുൻപ് എന്റെ മാതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ കൃപ എന്ന് പേരിടണമെന്ന്. കൃപ. അപ്പൊ ഞാൻ പറഞ്ഞു, വിശ്വാസ ഭവനങ്ങളിലെല്ലാം ഈ കൃപ എന്നുള്ള പേര് എപ്പോഴും ഉണ്ട്, നമുക്ക് വേറൊരു പേര് പിടിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിന് മൈൻഡ് ചെയ്യാതെ ഞാൻ നിന്നു. ഈ കുഞ്ഞിനെ ജനന സമയത്ത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞ് ജനിക്കുമോ ഇല്ലയോ എന്നുള്ള ആ സങ്കോചത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അർഹിക്കാത്ത ഒരു സ്ഥാനമായിരുന്നു ഈ കുഞ്ഞിന്റെ ജനനത്തിന്, അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്കുള്ള ജനനം അർഹിക്കാത്ത ഒരു സ്ഥാനത്ത് ദൈവം നൽകിയ ഒരു ദാനമായിരുന്നു എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത്. എൻ്റെ കുഞ്ഞ് മാത്രമല്ല, എൻ്റെ വൈഫും. അങ്ങനെയാണെങ്കിൽ ഞാൻ അന്നേരം തന്നെ ദൈവസന്നിധി പറഞ്ഞു, കർത്താവേ, ആ കുഞ്ഞിനെ ഞാൻ കൃപ എന്നുള്ള പേരിടും. ഇന്ന് എൻ്റെ അവൾക്ക് 2.25 വയസ്സ് കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ, അതുകൊണ്ട് 8-ാം മാസമാണ് അവൾ ജനിക്കുന്നത്, എന്നാൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം എനിക്ക് ദാനം നൽകി. അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന നന്മയാണ് കൃപയെങ്കിൽ എൻ്റെ കുഞ്ഞും ഒരു കൃപയാണ്. ഇത് പകൽക്കാലം ഞാൻ പറയട്ടെ, ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ, ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ടോ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങൾക്കും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വേദനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, തലമുറയുടെ വിഷയത്തിലായിരിക്കാം, എനിക്കറിയത്തില്ല നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ണീരിനെ മറികടക്കാത്തൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ചെറുപ്പകാലം മുതൽ തന്നെ ഈ യേശു ആരാണെന്നും എന്താണ് യേശു ചെയ്ത പ്രവൃത്തികളും എന്നൊക്കെ ആദ്യം ഞാൻ മനസ്സിലാക്കിയത് ഈ യേശു എന്ന് പറയുന്ന ഒരു സൗഖ്യദായകനായിട്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാൻ വളർന്നു വന്നു എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യമുണ്ട്, യേശു വെറും ഒരു സൗഖ്യദായകനല്ല. യേശു അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ വീട്ടുന്ന ഒരു ദൈവം മാത്രമായിട്ടല്ല ഞാൻ മനസ്സിലാക്കിയത്. യേശുവിനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരുവൻ. എന്നാൽ യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത എന്താ? യേശുവിന്റെ ജനനത്തിന് ഒറ്റ ഉള്ളൂ. ഒരു പഴയ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്നതാമം, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കട്ടിത്തന്ന പാവനാമം പുണ്യനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിൻപനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിൻപനാമം. പാപപരിഹാരാർത്ഥം പാപികളെ തേടി ഈ ലോകത്തിൽ വന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാപത്തിനും പരിഹാരം നൽകുവാൻ ആ ദൈവം ശക്തനാണ്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് പുറകെ ആ കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, പാപത്തിന്റെ ശമ്പളമായ മരണം, അത് നാം അനുഭവിക്കുന്ന പകരം നമുക്ക് വേണ്ടി, നമുക്ക് പകരമായി ആ ക്രൂശിൽ താൻ മരണം കൈവരിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി, അതിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ യേശു ക്രൂശിൽ യാഗമായി തീർന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നും നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം തരുവാൻ അവൻ ശക്തനാണ്. നിങ്ങളുടെ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ, അവൻ രോഗത്തിന് സൗഖ്യദായകനായ ഒരു ദൈവമാണ്.
പാപത്തിനും രോഗത്തിനും ശാപത്തിനും വേണ്ടി എൻ്റെ കർത്താവ് ആ ക്രൂശിൽ അന്ന് യാഗമായി ആ യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ഇന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കട്ടെ, ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയും എൻ്റെ കർത്താവ് മതിയായവനായ ദൈവം. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വേദനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഓർത്തായിരിക്കും, സാമ്പത്തികമായിട്ടുള്ളതായിരിക്കാം, ശാരീരികമായിട്ടുള്ളതായിരിക്കാം, മാനസികമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ എൻ്റെ ദൈവം ശക്തനായ ഒരു ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രതമാക്കുക. ഈ രക്ഷകനായ യേശുവിനെ സ്വീകരിക്കാത്ത വ്യക്തി അത് ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പറയുക, കർത്താവേ, ഞാനൊരു പാപിയായ ഒരു മനുഷ്യനാ, എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ യാഗമായതിനായി സ്തോത്രം എന്ന് പറയുക. ആ രക്ഷകനെ കർത്താവെ ഞാൻ അംഗീകരിക്കുന്നു, എൻ്റെ പാപങ്ങളെ നീക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പാപക്ഷമ പ്രാപിക്കും. ഏതെങ്കിലും രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, മാനസികമായ മറ്റേതെങ്കിലും പ്രശ്നങ്ങളിലൂടെ മക്കളുടെ വിഷയങ്ങളായിരിക്കാം, അവരുടെ മറ്റു വിഷയങ്ങളായിരിക്കാം, ഏതെങ്കിലും വിഷയങ്ങളായിരിക്കാം. ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നവനായ നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും ഏക ഉത്തരമായിട്ടുള്ള ഒരു കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരിക. ഹല്ലേലൂയ. ആരോമ ടിവിയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ, ഇതുപോലെ നല്ലൊരു അവസരം കർത്താവ് അടിയുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തോത്രം കർത്താവേ. അങ്ങ് എനിക്ക് നൽകിയ കർത്താവേ എല്ലാ നന്മയ്ക്കായും നന്ദി കരയേറ്റുന്ന കർത്താവേ, ദൈവമേ, അടിയുടെ ജീവിതത്തിൽ ആ ജനനം മുതൽ ഈ സമയം വരെയും വിവിധമായ പ്രയാസങ്ങളുടെയും ഭാരങ്ങളിലൂടെയും കടന്നുപോയി. ആ സമയങ്ങളിലെല്ലാം കർത്താവിന്റെ കരം കൂടെ ഇരുന്നല്ലോ. എല്ലാത്തിനായി നന്ദി കരയേറ്റുന്നതാവേ. ചോദിച്ചതിനും നിലച്ചതിനും അത്യന്തപരമായി എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി കർത്താവേ. പ്രത്യേക കർത്താവേ, ഈ ആരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ദൈവദാസനായി സ്തോത്രം കർത്താവേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക എൻ്റെ ഈ കർത്താവെ ഈ ലൈവ് കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവിധമായ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. വേദനകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. സാമ്പത്തിക കെടുതികൾ അനുഭവിക്കുന്നവരുണ്ട്. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. മാനസികമായും ശാരീരികമായും ഒക്കെ ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് സൗഖ്യദായകനായിരിക്കാൻ സ്തോത്രം കർത്താവേ. നീ ആശ്വസിപ്പിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം കർത്താവേ. ഇന്ന് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. സർവ്വതമേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ആരോമ ടിവിയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ചാനലിന്റെ പ്രവർത്തനങ്ങളെ ദൈവം വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായി എൻ്റെ നന്ദിയെയും ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജിജി വില്യംസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ജന്മനാൽ പല വിധത്തിലുള്ളതായ വൈകല്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തെ ബാധിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊട്ടപ്പോൾ അതിനൊക്കെ അത്ഭുതകരമായി വിടുതൽ ലഭിക്കുവാൻ ഇടയായി തീർന്നു. സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയുടെ മേൽ അധികാരമുള്ളൂ. ആ സൃഷ്ടിയെ ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ ഈ ഭൂമിയിൽ ഉപയോഗിക്കണമെന്ന് സൃഷ്ടാവിന് നന്നായി അറിയാം. എങ്ങനെ ആ സൃഷ്ടി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഈ ഭൂമിയിലായിരിക്കണം എന്നുള്ളത് ദൈവത്തിനറിയാം. ആകയാൽ ആ സൃഷ്ടാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ ദൈവം ചെയ്യുന്നതൊക്കെ നന്മയ്ക്കായി, അത് നന്നായി ചെയ്യുന്ന ദൈവമാകൊണ്ട് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. നാവിൻ്റെ സംസാരശേഷി കെട്ടഴിച്ച് ദൈവം തിരികെ തന്നു. കൈകളെ സ്വതന്ത്രമാക്കി. നടക്കുവാൻ വേണ്ടതുപോലെ ഇപ്പോഴും കഴിയത്തില്ല എങ്കിലും എത്തിച്ചേരാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ എത്തിച്ചേർന്ന് വിവിധ നിലകളിൽ കർത്താവിനെ
മഹത്വപ്പെടുത്തുവാൻ, സാക്ഷീകരിപ്പാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, അനേകരോട് യേശു കർത്താവിനെ കുറിച്ച് പറയുവാൻ ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ ദൈവം തന്നു. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് ഏതെല്ലാം നിലകളിൽ കൂടി പിശാച് അതിനെ തകർക്കാൻ ശ്രമിക്കുമോ അതെല്ലാം ഉപയോഗിച്ച് പിശാച് ആ വ്യക്തിയെ തകർക്കുവാൻ ശ്രമിക്കും. പക്ഷേ ദൈവം അനുവദിക്കാതെ നമുക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല, ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷെങ്കിൽ ആ ജനിച്ച 80-ാമത്തെ ദിവസം തൊട്ടിലിൽ ആ ഓലപ്പുരയ്ക്കകത്ത് കുഞ്ഞിനെ കിടത്തിയ ശേഷം മാതാവ് തുണി നനയ്ക്കുവാൻ പോയ ആ രംഗത്ത് ഉണ്ടായ ആ തീ വീട് മുഴുവനും കത്തിച്ചാമ്പലായപ്പോൾ അതിനോടൊപ്പം ചാമ്പലായി അവശേഷിക്കുമായിരുന്ന ആ സമയത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ് മൂത്ത സഹോദരി കൊച്ചു കുഞ്ഞ്. അവൾ പെട്ടെന്ന് തന്നെ അത്തിക്കകത്ത് കയറി ആ തൊട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് പുറത്തു വന്ന ആ രംഗം. ഒരുപക്ഷെങ്കിൽ ആ കുഞ്ഞ് ഭയപ്പെട്ട് അവൾ ഓടി മാറിയിരുന്നുവെങ്കിൽ പിന്നീട് മറ്റൊരു അവസ്ഥയാകുമായിരുന്നു അവിടെ ഉണ്ടാകുമായിരുന്നത്. ദൈവത്തിന്റെ അത്ഭുത കരം അവിടെ പ്രവർത്തിച്ചു. ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അവിടെ ഇറക്കി. ആ കുഞ്ഞിന് ദൈവം പ്രത്യേക കൃപ ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് അവൾ ഓടി ആ തൊട്ടിലിന്റെ അടുക്കിലേക്ക് വന്നതും തീക്ക് അകത്ത് നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാനും ഇടയായി തീർന്നത്. അതുകൊണ്ട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുടെ ഓർമ്മകളുമായി ഈ സമയത്ത് അരോമ TV പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസൻ ജിജി വില്യംസ് സമയം വേർതിരിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ ഏറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.